السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. اللهم صل وسلم وبارك عليه. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അൽഹംദുലില്ലാഹ് വിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിലെ ഓരോ ദിവസവും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയാനും ആ ചരിത്രങ്ങളെല്ലാം മനസ്സിൽ വെക്കാനും പഠിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി. അള്ളാഹു ഖബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്താണ് നമുക്ക് പറയാനുള്ളത്. സുദീർഘമായിരിക്കുന്ന ഒരു ചരിത്രമാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് പറയാനുള്ളതെങ്കിലും വളരെ കുറഞ്ഞ വാക്കുകളിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞ് നമ്മുടെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ നിങ്ങൾ കേട്ടതുപോലെ ഹിജ്റയുടെ 11-ാം വർഷം സഫർ മാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ വഫാത്തിന് ഹേതുവായ രോഗം ബാധിക്കുകയാണ്. ആദ്യമാദ്യം ഒരു തലനൊമ്പലമായിട്ടാണ് കണ്ടത്. എന്നാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ജമാഅത്തിലും മറ്റു നിസ്കാരങ്ങളിലുമൊക്കെ കൂടുകയും എല്ലാ ആൾമാരുടെ ഒക്കെയും ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ തീരെ വരാണ്ടാകാൻ കഴിയാതെ ആയപ്പോഴാണ് മഹാനരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമ നിൽക്കാൻ അവിടുന്ന് നിശ്ചയിക്കുന്നത്. ഏകദേശം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹയാത്തിലിരിക്കുമ്പോൾ തന്നെ 17 ടൈംസ് നിസ്കാരങ്ങൾക്ക് മഹാനരായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അവിടുന്ന് നേതൃത്വം നൽകിയിട്ടുണ്ടായി. റബീഉൽ അവ്വൽ മാസം 12 തിങ്കളാഴ്ചയിൽ ഒരു ദുഹാ സമയത്താണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നത്. നമ്മൾ സാധാരണ ഖമറിയായ കണക്ക് പ്രകാരം, ചന്ദ്രമാസ കണക്ക് പ്രകാരം 63 വർഷവും 63 വർഷം ഏജ്. അതേസമയം മറ്റു ഗ്രിഗോറിയൻ കണക്ക് പ്രകാരം, നമ്മൾ സൂര്യൻ്റെ കണക്ക് പ്രകാരം നോക്കുമ്പോൾ 61 വർഷവും 84 ഡേയ്സ്, 61 ഇയേഴ്സ് 84 ഡേയ്സ് ആണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമി ലോകത്ത് ജീവിച്ചത്. ഹിജ്റ 11, റബീഉൽ അവ്വൽ 12, അതായത് AD 632 ജൂൺ 8 ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നത്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയാനാണ് ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഹജ്ജത്തുൽ വദാഇൽ ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ തന്നെ
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുണ്ടായി, ഖുദൂ അന്നി മനാസികക്കും ഫലഅല്ലി മാ അൽഖാകും ബഅദ ആമി ഹാദാ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, നിങ്ങൾ ഹജ്ജിൻ്റെ വിഷയങ്ങളൊക്കെ എന്നിൽ നിന്ന് പഠിച്ചെടുത്തോളി, മനസ്സിലാക്കിക്കോളി. ഈ വർഷത്തിൽ പിന്നെ നമ്മൾക്ക് എന്നെ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റണം എന്നില്ല, ഞാൻ നിങ്ങളെ അങ്ങനെ കണ്ടുകൊള്ളണം എന്നില്ല. ഈ രീതിയിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വഫാത്തിൻ്റെ സൂചനകൾ പഠിപ്പാട്ടി കൊടുക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്താണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്ത്, ഏത് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ എന്ന വിശുദ്ധമായ ആയത്തിറങ്ങുന്നത്. എന്താ ആ ആയത്തിലൂടെ പറയുന്നത്? ഈ ദിവസം നിങ്ങളുടെ മതത്തെ, ദീനിനെ ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു, നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളും ഞാൻ പൂർണ്ണമാക്കിയിരിക്കുന്നു, ഇസ്ലാമിനെ നിങ്ങൾക്കുള്ള മതമായി ഞാൻ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഈ ആയത്ത് കേട്ടപ്പോഴാ മഹാനരായ ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് കരയുകയാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങൾ കരയുന്നത്? മാ യുബ്കീക. മഹാനരായ ഉമർ തങ്ങൾ പറയുന്നുണ്ട്, നബിയേ, നമ്മുടെ മതം അധികരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ, ഇപ്പോൾ അത് പൂർത്തിയായി എന്നാണല്ലോ ഈ ആയത്തിൻ്റെ വിവക്ഷ എന്ന് പറഞ്ഞ് മഹാനരായ ഉമർ തങ്ങൾ പറയാണ്, എങ്കിൽ ഒരു കാര്യം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീടത് ചുരുങ്ങുകയല്ലേ ചെയ്യുക നബിയേ. ഹബീബായ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാ, ഈമാനിൻ്റെ വിഷയമാ. ആ സ്വഹാബത്തിനോളം ഈമാൻ പിന്നീടുള്ള ലോകത്തൊരാൾക്കുമില്ലല്ലോ, അതിങ്ങനെ കുറഞ്ഞു വരികയല്ലേ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഹജ്ജത്തുൽ വദാ ഇങ്ങനെ കഴിഞ്ഞു മടങ്ങി വരുമ്പോൾ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു ഖുമ്മ എന്ന് പറയുന്ന ഒരു ജലാശയം, ഒരു തണ്ണീക്കുന്ന ജാഗയുണ്ട്. ആ ജാഗത്തിലേക്ക് പോവുകയും അവിടെയെല്ലാം മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഹബീബായ തങ്ങൾ അവിടുന്ന് സംസാരിക്കുകയാണ്, അയ്യുഹന്നാസു ഇന്നമാ അന ബശറും മിത്ലുക്കും യൂഷികു അൻ യഅതിയനി റസൂലു റബ്ബി ഫഉജീബ്. ഹബീബായ തങ്ങൾ പറയാണ്, എന്താ പറയുന്നത്? ജനങ്ങളെ, ഞാൻ നിങ്ങളെപ്പോലത്തെ മനുഷ്യനാണ്. എൻ്റെ റബ്ബിൻ്റെ ദൂതൻ മരണത്തെ വകയാ പറയുന്നത്, മൗത്തിനെ കുറിച്ചാ പറയുന്നത്. ആ ദൂതൻ വരാനും റബ്ബിന് ഉത്തരം കൊടുക്കാനും സമയമായിട്ടുണ്ടേ. ശേഷമതാ അവിടുന്ന് ഹബീബായ തങ്ങള് ജണ്ട് ബിസയാ അതാ കൂട്ടിപ്പിടിക്കണമെന്ന് പഠിപ്പാട്ടുകയാ. ഏതൊക്കെയാണ് ആ ജണ്ട് ബിസയ എന്ന് ഗുന്തുണ്ടാ? ഒന്നാമത്തത് വിശുദ്ധ ഖുർആനാ. ആ വിശുദ്ധ ഖുർആനിനെ നിങ്ങൾ കൂട്ടിപ്പിടിക്കണം. രണ്ടാമത്തതോ ഹബീബായ തങ്ങൾ പറഞ്ഞത് അഹ്ലു ബൈത്തിനെയാണ്, ഹബീബായ തങ്ങളുടെ കുടുംബത്തിനെയാ. ആ അഹ്ലു ബൈത്തിനെ കൂട്ടിപ്പിടിക്കാൻ, അവരെ ആദരിക്കാൻ, അവരെ ബഹുമാനിക്കാൻ ഹബീബായ തങ്ങൾ പറയാണ്. ഏതായാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഖാദിമായിട്ട്, അവിടുത്തെ സേവകരായിട്ടുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട മുവൈഹിബ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു ദിവസം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഔത്തിൽ ഞാനിങ്ങനെ കിടന്നുറങ്ങുമ്പോൾ എന്നെ മുത്തുനബി വന്നുകൊണ്ട് വിളിച്ചുണർത്തി. ശേഷമതാ
ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എന്താ പറയുന്നത്? യാ അബാ മുവൈഹിബ ഇന്നി ഖദ് ഉമിർതു അൻ അസ്തഗ്ഫിറ ലി അഹ്ലിൽ ബഖീഅ. യാ അബാ മുവൈഹിബ, ജന്നത്തുൽ ബഖീലുള്ളവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ കേൾക്കാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഞാനങ്ങനെ ഹബീബായ തങ്ങളുടെ ഒക്കെ ആ ജന്നത്തുൽ ബഖീലേക്ക് പോയി. അവിടെ വെച്ച് ഹബീബായ തങ്ങൾ കൈകൾ ഉയർത്തിയിട്ട് സുമാർ ടൈം ദുആരക്കുകയാണ്. അവർക്ക് വേണ്ടി സുബ്ഹാനല്ലാഹ് പ്രാർത്ഥന നടത്തുകയാ. എന്നിട്ട് അവിടെ എന്തോ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ആ ഖബറിലിരിക്കുന്ന ആൾമാരോട് സംസാരിക്കുകയാണ്. എന്നിട്ട് എന്നോട് പറയാണ് യാ അബാ മുവൈഹിബ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നത് ഭൂമിയുടെ ഖജനാവിന്റെ താക്കോലും അതുപോലെ തന്നെ ഭൂമിയിൽ സ്ഥിരതാമസവും അതിനുശേഷം സ്വർഗപ്രവേശവും എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. എന്താ പറയുന്നത്? ഇടിയേ ഭൂമിയിലുള്ള സർവ വിഷയങ്ങൾ, സർവമാലുകൾ, അതിൻ്റെ എല്ലാം ബീഗ അള്ളാഹു നക്ക് തന്നിട്ടുണ്ട്. പിന്നെയോ ഈ ഭൂമിയിൽ എത്ര ആണ്ടുത്തോളം ജീവിക്കാനുള്ള സൗകര്യവും കഴിഞ്ഞില്ല. അതെല്ലാം കഴിഞ്ഞ് ബേജാറാകുക ആവശ്യകതയുണ്ട്? ഇല്ല. പിന്നെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനവും അള്ളാഹു എൻ്റെ മുന്നിൽ ഓഫർ ചെയ്തിട്ടുണ്ടേ. എന്നിട്ട് ഹബീബായ തങ്ങൾ പറയാണ്, അതാണോ അള്ളാഹുവിൻ്റെ ലിഖാ ആണോ, ആ സ്വർഗമാണോ വേണ്ടതെന്ന് തീരുമാനിക്കാൻ എനിക്ക് അള്ളാഹു അതിന് വേണ്ട സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് ബഹുമാനപ്പെട്ട അബൂ മുവൈഹിബ തങ്ങൾ പറയാണ്, എന്താ പറയുന്നത്? തങ്ങളെ, എൻ്റെ ഉമ്മയും ബാപ്പയും എല്ലാം അങ്ങേക്ക് സമർപ്പിതമാണ്. അങ്ങ് ഇവിടെ സുമാർ ആണ്ടുത്തോളം സ്ഥിരതാമസം ശേഷം സ്വർഗവും തെരഞ്ഞെടുത്താലും. ഹബീബായ തങ്ങളോട് പറഞ്ഞപ്പോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, വല്ലാഹി യാ അബാ മുവൈഹിബ ലഖദ് ഇഖ്തർതു ലിഖാഅ റബ്ബി വൽ ജന്ന. ഓ അബൂ മുവൈഹിബ, ഞാൻ അല്ലാഹുവിനെ കാണാനും അതുപോലെ തന്നെ സ്വർഗവും തിരഞ്ഞെടുത്തിരിക്കുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ സമയത്ത് അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ വഫാത്ത് അടുത്തടുത്തെത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാവുകയാണ്. ഏതായാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗം ബാധിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സഫർ മാസത്തിലെ അവസാനത്തെ ഒരു ബുധനാഴ്ചയിലാണ്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ രോഗം ഇങ്ങനെ ശക്തിയായപ്പോ അവിടുന്ന് ബാക്കിയുള്ള ഭാര്യമാരോടും അവിടുന്ന് പറയാണ്, എന്താ നിങ്ങളുടെ ഔത്തൗത്തിലേക്ക് വരക എനിക്കാവൂല, നിങ്ങളെല്ലാം എനിക്ക് സമ്മതം തരികയാണെങ്കിൽ ഞാൻ ആയിഷയുടെ വീട്ടിൽ താമസിക്കാം. അങ്ങനെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവര് പറയുന്നത്, യാ റസൂലല്ലാഹ് ഖദ് വഹബ്നാ അയ്യാമനാ ലിഉഖ്തിനാ ആയിഷ. ഓ ഹബീബായ മുത്തുനബിയേ, ഞങ്ങളുടെ ദിവസങ്ങൾ ഞങ്ങളുടെ സഹോദരിയായ ആയിഷയ്ക്ക് വേണ്ടി ഞങ്ങൾ വിട്ടുകൊടുത്തിരിക്കുന്നു. അങ്ങനെയാണ് ആയിഷ ബീവിയുടെ ഔത്തില് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിക്കുന്നത്. ആ താമസിക്കുന്ന സമയത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗമുള്ള സമയത്തും മുത്തുനബി നിസ്കാരത്തിലേക്ക് വരാറുണ്ടായിരുന്നു. പക്ഷേ
മഹാനായ ഉബൈദുല്ലാഹ് ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രോഗത്തെക്കുറിച്ച് കേട്ടപ്പോൾ അതാ അവിടുന്ന് ബീവി പറയുകയാണ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രോഗം, ആ രോഗം ശക്തമായ സ്ട്രോങ് ആയ ടൈമിൽ ഒരു നാളിൽ ഹബീബായ തങ്ങൾ ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? അസ്വല്ലന്നാസ്, ജനങ്ങളെല്ലാം നിസ്കരിച്ചോ? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ മറുപടി പറയുന്നത് ലാ ഹും യന്തളിറൂനക, ഇല്ല നബിയേ, അവരെല്ലാം തങ്ങളെ കാത്തിരിക്കുകയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തണ്ണി കൊണ്ടുവരാൻ വേണ്ടി പറയാണ്. അതാ ഞങ്ങളങ്ങനെ ചെയ്തു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുന്ന് അതാ കുളിച്ചു പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ആക്കിയപ്പോൾ അവിടുന്ന് അതാ സുസ്തായിട്ട് മയങ്ങി വീഴുകയാണ്. ഹബീബായ തങ്ങൾ കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും എഴുന്നേറ്റു. അവിടുന്ന് ചോദിക്കുന്നത് അതേ ചോദ്യമാണ്, അസ്വല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? ഇതൊരു ഇശാ നിസ്കാരത്തിൻ്റെ സമയമാണെന്ന് കാണാം. ഏതായാലും ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ മറുപടി പറഞ്ഞു, ഇല്ല നബിയേ, അവരെല്ലാം തങ്ങളെ കാത്തിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് ഹബീബായ തങ്ങൾ ഓപ്പാസ് വീണ്ടും തണ്ണിക്കൊമ്പരാൻ പറയുന്നു. തണ്ണിക്കൊമ്പൊന്ന് ഫ്രഷായതിൽ പിന്നെ പള്ളിയിലേക്ക് പോകുക. അവിടുന്ന് എഴുന്നേറ്റപ്പോൾ കഴിയുന്നില്ല. സുബ്ഹാനല്ലാഹ്. മൂന്നാമത്തെ വട്ടവും ഇതേ ചോദ്യം ആവർത്തിക്കുകയാണ്. ആ സമയത്ത് ഹബീബായ തങ്ങൾ ഉറക്കിൽ നിന്ന്, ആ മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അതാ ചോദിക്കുന്ന ചോദ്യം അസ്വല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? അവരുടെ മറുപടി ഇല്ല നബിയേ, അവരെല്ലാം തങ്ങളെ കാത്ത് പള്ളിയിൽ ഇഅ്തികാഫിരിക്കുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമായി നിസ്കരിക്കാൻ ഒരാളെ വിട്ട് പറയുകയാണ്. ഹബീബായ തങ്ങൾ ഇമാമ് നിന്ന സ്ഥലത്ത് ഇമാമ് നിൽക്കുക കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ലോലഹൃദയനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളതാ ഉമർ തങ്ങളോട് പറയാണ്, യാ ഉമർ സ്വല്ലി ബിന്നാസ്, ഉമറെ നിങ്ങൾ ഇമാമായിട്ട് നിസ്കരിക്കി. മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു, ഇല്ല, അൻത അഹഖു ബിദാലിക, നിങ്ങളാണ് ഇമാമ് നിൽക്കുകയുള്ള യഥാർത്ഥ അവകാശി. അങ്ങനെ അന്ന് മുതൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബദലായിട്ട് മഹാനരായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഇമാമ് നിൽക്കുകയാണ്. ഹബീബായ തങ്ങൾക്ക് ഇങ്ങനെ രോഗം മൂർച്ഛിക്കുകയാണ്, വല്ലാണ്ട് പ്രയാസം വരികയാണ്. ആ സമയത്ത് ഹബീബായ തങ്ങളൊന്ന് നോക്കുക, ഒന്ന് മുണ്ടക വേണ്ടിയിട്ട് സ്വഹാബത്ത് ഇങ്ങനെ ആ പള്ളിയുടെ ചുറ്റും കൂടുകയാണ്. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുട്ട വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ജനങ്ങളെല്ലാം ഇങ്ങനെ കൂടിക്കുന്നുണ്ട്, തങ്ങളെ കാണാനാണ്. ആ വിഷയം പറഞ്ഞപ്പോൾ സുബ്ഹാന റബ്ബി ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇതേ വിഷയം എന്ന് പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്, അടുത്തതായി മഹാനരായ അലി ആര് തങ്ങളും വന്ന് ഹബീബായ തങ്ങളോട് പറഞ്ഞു, തങ്ങളെ നിങ്ങളെ കാണാൻ ആൾമാര് പുറത്തിങ്ങനെ ഇരിക്കുന്നുണ്ട് നബിയേ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്നതാ ആ സമയത്ത് അവിടുത്തെ കൈ നീട്ടുകയാണ്. സുബ്ഹാനല്ലാഹ്. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ പിടിച്ചു. സുബ്ഹാനല്ലാഹ്. മാ തഖൂലൂൻ,
നിങ്ങളെന്താണ് പറയുന്നത്? ഹബീബായ തങ്ങളുടെ ചോദ്യമാ. ആ സമയത്ത് അവർ പറയുന്നത് നഖ്ഷാ അൻ തമൂത, തങ്ങളെ അവിടുന്ന് വഫാത്താകുമോ എന്ന് ഞങ്ങൾ ഭയക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഫദ്ലുൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്താ ഹബീബായ തങ്ങൾ എന്നോട് പറഞ്ഞു? എന്താ പറയുന്നത്? എൻ്റെ തലയിലൊന്ന് കെട്ടിത്തരൂ എന്ന് പറഞ്ഞാൽ നല്ല പനിയുണ്ട്, നല്ല തലനൊമ്പലമുണ്ട്. ആ പനിയിൽ നിന്നും ആ തലനൊമ്പലത്തിൽ നിന്നും ഒരു ആശ്വാസം കിട്ടാൻ ഇങ്ങനെ ചെയ്യുന്നതാണ്. എന്നിട്ട് ഹബീബായ തങ്ങൾ പറയാണ്, ശുദ്ധൂ റഅസി ലഅല്ലി അഖ്റുജു ഇലൽ മസ്ജിദ്, അങ്ങനൊന്ന് കെട്ടിത്തന്നാൽ എനിക്ക് പള്ളിയിലേക്കൊക്കെ പോകായിരുന്നു. ഹബീബായ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അതാ ബഹുമാനപ്പെട്ട ഫദ്ലുൽ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, ഞാനതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വസ്ത്രം ഇട്ടുകൊണ്ട് അവിടുത്തെ തലയിൽ ഇങ്ങനെ കെട്ടിക്കൊടുത്തു. എന്നിട്ടോ അവിടുന്ന് അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും തോളിൽ ഇങ്ങനെ കയ്യ് വെച്ചുകൊണ്ട് പള്ളിയിലേക്ക് നടക്കുകയാണ്. അങ്ങനെ പള്ളിയുടെ മിമ്പറിൻ്റെ താഴത്തെ പടിയിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് ഇരുന്നു കൊണ്ട് അവസാനമായി അവിടുന്ന് ജനങ്ങളോട് സംസാരിക്കുകയാണ്. എന്താ പറയുന്നത്? യാ അയ്യുഹന്നാസ് ഇന്നി മുലാഖിൻ റബ്ബി വസൗഫ ഉഖ്ബിറുഹു ബിമാ അജബ്തുമൂനി ബിഹി എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഹബീബായ തങ്ങളിങ്ങനെ സ്വഹാബത്തിനോട് പറയാൻ തുടങ്ങി. എന്താ തങ്ങൾ പറയുന്നത്? ജനങ്ങളെ, ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ പോവുകയാണ്. നിങ്ങളെല്ലാം എൻ്റെ പ്രബോധനത്തിന് ഉത്തരം നൽകിയ വിവരം ഞാൻ റബ്ബിനോട് പറയുന്നതാണ്. എന്നിട്ട് അവിടുന്ന് വീണ്ടും വിളിച്ചോണ്ട് ജനങ്ങളെ വിളിച്ചോണ്ട് പറയാണ്, ഞാൻ ആരെങ്കിലും ശകാരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും സമ്പത്ത് സ്വത്ത് അത് പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിർഹമും ഒരു ദീനാറും ഇല്ലാതിരിക്കുന്നതിൻ്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ പരലോകത്തിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് അവരതാ ഈ സമയം തന്നെ അതിനക്ക് എന്നിൽ നിന്ന് പകരമെടുക്കട്ടെ. മഹാനായ അനസ് തങ്ങൾ പറയാണ്, ഇത് കേട്ടപ്പോൾ മഹാന്മാരാകുന്ന സ്വഹാബത്തിനെ ഞാനിങ്ങനെ നോക്കി. സ്വഹാബത്തെല്ലാം അവരെല്ലാം അവരുടെ തലകളിങ്ങനെ രണ്ട് കാലുകൾക്കിടയിൽ വെച്ച് തേങ്ങിക്കരയുകയാണ്. ശേഷം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവേ, ഞാനൊരിക്കലും ശകാരിക്കുകയോ ചീത്ത പറയുകയോ സമ്പത്ത് പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും മടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നീ അവർക്ക് റഹ്മത്താക്കണേ അല്ലാ. ഇത് കേട്ട സാത്ത് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും പറയാണ്, യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങളുടെ മാതാപിതാക്കളെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ് എന്നിങ്ങനെ അവർ പറഞ്ഞപ്പോൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വിരിപ്പിലേക്ക് തന്നെ അവിടുന്ന് മടങ്ങിപ്പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും വല്ലാണ്ട് ബേജാറിലിരിക്കുകയാണ്. ആ ബേജാറിലിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു നാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ആ തിങ്കളാഴ്ചൻ്റെ അന്ന് സുബഹി നിസ്കാരത്തിൻ്റെ ടൈമിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമായിട്ട് നിസ്കരിക്കുകയാണ്. അവിടുന്ന് ഇങ്ങനെ ഇമാമായിട്ട് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നിന്ന് വീട്ടിലെ കർട്ടൻ ഇങ്ങനെ നീക്കിയിട്ട് ഞങ്ങളെങ്ങനെ നോക്കുകയാണ്. സുബ്ഹാന റബ്ബി. അനസ് തങ്ങൾ പറയാണ്, അവിടുത്തെ മുഖം മുസ്ഹഫിലെ പേജ് പോലെ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്, കാണാൻ നല്ല ചന്തമുണ്ട്. ആ രീതിയിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം
അവിടുന്ന് ചിരിച്ച് ഞങ്ങൾ കാണുകയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്ത് അവസാനമായി അവിടുന്ന് ചിരിച്ചത് കണ്ടത് ആ സമയത്താണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറച്ചൊക്കെ ഒന്ന് ഉഷാറായിട്ടുണ്ട് എന്ന് കണ്ടപ്പോൾ സ്വഹാബത്തിനെല്ലാം വല്ലാണ്ട് സന്തോഷമായി. എന്നു മാത്രമല്ല, മഹാനരായ അനസ് തങ്ങൾ പറയാണ്, ഫഹമംനാ അന്നഫ്തതിന മിനൽ ഫറഹി ബിറുയത്തിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ മുത്തുനബിയെ കണ്ട ആ സന്തോഷത്തിൽ ഞങ്ങളുടെ നിസ്കാരമെങ്ങാനും പിഴച്ചു പോകുമോ എന്ന് പോലും ഞങ്ങളൊന്ന് പേടിച്ചു, ഞങ്ങൾ ഭയന്നുപോയി. ഹബീബായ തങ്ങൾ നിസ്കരിക്കാൻ വരികയാണോ എന്ന് വിചാരിച്ചുകൊണ്ട് മഹാനരായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ബാക്കിലേക്ക് നിൽക്കാൻ ഒരുങ്ങുമ്പോൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരം തുടരാനും അതുപോലെ തന്നെ അതാ അവിടുന്ന് കർട്ടൻ നീക്കിയിട്ട് ഔത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോവുകയാണ്. ഈ ഒരു സമയത്തോടുകൂടി ഹബീബായ മുത്തുനബിയെ സുബഹിന്റെ സമയത്ത് കണ്ടല്ലോ. സ്വഹാബത്തിനെല്ലാം വലിയ സന്തോഷമായി. പല ആൾമാരും വിചാരിച്ചു മുത്തുനബിയുടെ രോഗമെല്ലാം മാറി. പതിവ് പോലെ മദീനത്ത് ആൾമാരെല്ലാം അവരവരുടെ വിഷയത്തിലേക്ക് നീങ്ങിപ്പോയി. പക്ഷേ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആരോഗ്യം കണ്ട് സന്തോഷം പ്രകടിപ്പിച്ച ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാട്, അല്ലാഹു സത്യം, ഈ രോഗത്തിലായി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്ത് ആകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണമെന്താ? അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളുടെ മരണസമയത്ത് അവരുടെ മുഖങ്ങൾ ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ടേ എന്ന് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ നാൾ ആ തിങ്കളാസിൻ്റെ അന്ന് സുബഹിക്ക് നടന്ന സംഭവങ്ങളാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിപ്പോൾ കണ്ടിന്യൂ ആവുന്നില്ല. നമുക്കൊന്നുകൂടെ കഴിഞ്ഞ് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി വിഷയങ്ങൾ പറയാം. ഇനി മലക്കുൽ മൗത്ത് അസ്രാഈൽ അലൈഹിസ്സലാം വരുന്നുണ്ട്. ആയിഷ ബീവി പറയുന്നുണ്ട്, മുത്തുനബി പറയുന്നുണ്ട്, എല്ലാവരും ഒന്ന് മാറിക്ക്, അസ്രാഈൽ വരുന്നുണ്ട്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുട്ടബന്ന് സമ്മതം കേൾക്കുന്നുണ്ട്. ആ സമ്മതം കേൾക്കുമ്പോൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോഴും മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ഭാഗത്തു നിന്നുള്ള വഹീന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ആ രീതിയിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കൽപ്പന വരുന്നു, ഹബീബായ തങ്ങളെ അല്ലാഹ് നിങ്ങളെ കാണാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെയാണ് റഫീഖുൽ അഅ്ലായിലേക്ക് ഹബീബായ തങ്ങൾ പോകുന്നത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള വിഷയങ്ങളെല്ലാം അടുത്ത ക്ലാസ്സിൽ പറയാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിജയിക്കുന്ന ആൾമാരിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തആല വലിയ ബറക്കത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ. രോഗങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളെല്ലാം അള്ളാഹു നമുക്ക് മാറ്റി തെരുമാറാവട്ടെ. മരിക്കുന്നതിൻ്റെ മുമ്പ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മദീനയിലെത്താൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മദീനയിലെത്താതെ റബ്ബേ ഞങ്ങൾ ആരെയും നീ മടക്കി വിളിക്കരുത് റബ്ബേ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. സല്ലി അലാ ജമീഅ നബിയ്യിൻ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.